സുന്നത്തിന് വലിയ ഫേമസ് അല്ലേ? ഉന്നത്തിന്റെ പേരിൽ ഇത്ര ഫേമസ് ഉള്ള വേറൊരു മാപ്പിള ഉണ്ട് അവിടെ പോയി ചെയ്താൽ അയാള് എന്താ ഇത് വിഷയം? ഇത് വലിയ വിഷയമാണ്. എന്താ വിഷയം? ഈ വിഷയത്തിന്റെ പ്രശ്നം എന്താ? ഇത് ലീഗിന്റെ കോൺസ്പിരസിയാണ്, ഗൂഢാലോചനയാണ്. എന്താ ഇതിന്റെ ഗൂഢാലോചന? ഇത് മുസ്ലിം സമുദായത്തിനകത്തേക്ക് ഉയർത്തിക്കൊണ്ടുവന്ന് സ്വാഭാവികമായിട്ടും CPM അടക്കമുള്ള ജനാധിപത്യവാദികൾ പറയും താടിയൊന്നും പോലീസിൽ വേണ്ട, നാളെ കുറി വേണമെന്നും ഇവൻ പറയും കൊന്ത വേണമെന്ന് ക്രിസ്ത്യാനി പറയും. അതുകൊണ്ട് ജനാധിപത്യ പോലീസിനകത്ത് അത് വേണ്ട, പോകുന്നമാരി പോയിക്കോട്ടെ എന്ന് CPM പറയുമ്പോ CPM-നെ പ്രതിപക്ഷത്ത് നിർത്താൻ ഇടതുപക്ഷത്തെ മുസ്ലിം സമുദായത്തിന്റെ പ്രതിപക്ഷത്തേക്ക് കൊണ്ടുപോകാനുള്ള ലീഗിന്റെ തന്ത്രത്തിന്റെ പേരാണ് താടി. ഒരു സംശയമില്ല. അത്ര വലിയ താടി ആഗ്രഹമുണ്ട്. 5 മന്ത്രി ലീഗർക്കില്ലായിരുന്നോ? ഒരക്ഷരം അന്നും ഉണ്ടാത്ത പെട്ടെന്ന് താടി ഉണ്ടാവുകയെ. വേറൊരു കാര്യം ഇസ്ലാം പറയുന്നുണ്ട് താടി വേണമെന്ന്. താടി നിർബന്ധമാണെങ്കിൽ പാണക്കാട് തങ്ങളുട്ടേക്കത് വേണ്ടേ? പാണക്കാട് മുനവ്വർ അലി ശിഹാബ് തങ്ങൾ, അവരുടെ പിതാവ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ. ആരാ മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ? പ്രവാചകന്റെ 41ാമത്തെ പേരക്കുട്ടിയാണെന്ന് ലീഗ് പറയുന്നു. ആ 41ാമത്തെ പേരക്കുട്ടിക്കില്ലാത്ത താടി എന്തിനാ പാവപ്പെട്ട പോലീസുകാരന്? ആ കൂട്ടത്തിൽ ഇപ്പൊ ലീഗിന്റെ നേതാവ്, യൂത്ത് ലീഗിന്റെ പ്രസിഡന്റായി തെരഞ്ഞെടുത്തു ആരെ? ആ കുടുംബത്തിൽ ജനിച്ച വലിയ പോലീസുകാരനാണ്. അത് പോട്ടെ. ഈ 42ാമത്തെ പേരക്കുട്ടിയാണല്ലോ മുനവ്വർ അലി തങ്ങൾ. മുനവ്വർ അലി തങ്ങൾക്ക് താടി ഉണ്ടോ? കേരളത്തിന്റെ പുറത്തോ അയാൾ ഫേസ്ബുക്ക് നോക്കിയാൽ കാണാം ഇയാൾ തൊപ്പി പോലും ഇല്ല, യോ ആയിട്ട് ഇങ്ങനെ നടക്കുക. ഒരു പ്രശ്നമില്ലല്ലോ. ബാക്കി ലീഗുകാർക്ക് ഒരു പ്രശ്നമില്ല. എന്നിട്ട് ഇതൊന്നും ഇവർക്കൊന്നും ഇല്ലാത്ത എന്ത് ഇസ്ലാമ കേരളത്തിലെ പാവപ്പെട്ട പോലീസുകാരന് വേണ്ടത്? ഇത് നമ്മൾ ചോദിക്കേണ്ട ചോദ്യം. അപ്പൊ ലീഗ് ഇസ്ലാം നിങ്ങൾ തൊട്ട് കളിക്കരുത്. ഞങ്ങൾ വിനീതമായി പറ, ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ പ്രശ്നങ്ങൾ പറ. ഞങ്ങളുണ്ടാവും നിങ്ങളെ കൂടെ ഫൈറ്റ് ചെയ്യാൻ, ഞങ്ങളുണ്ടാവും പോരാട്ടത്തിന്റെ ഭൂമികയിൽ. പക്ഷേ ഇസ്ലാമിന്റെ അട്ടിപ്പേർ നിങ്ങൾ അവകാശപ്പെടരുത്. ഇസ്ലാം നിങ്ങളുടെ സാധനമല്ല. അങ്ങനെയാണ് ലീഗിന്റെ ഇസ്ലാമൊക്കെ ഒന്ന് നമ്മൾ പരിശോധിക്കണ്ടേ? ലീഗ് പറയുന്നത് അവർ താടിയുടെ വിഷയമെടുത്തത് കൊണ്ട് ലീഗിന്റെ ഇസ്ലാം എന്താ? ഇസ്ലാമുമായി വല്ല ബന്ധമുള്ള സാധനമാണോ ഇസ്ലാം? ഒന്ന്, ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയത മുതലാളിത്ത വിരുദ്ധ രാഷ്ട്രീയ. 2 സാധനമാണല്ലോ. ഒന്നെന്താ? അഹല്ലല്ലാഹുൽ ബൈഅ വഹറമ റിബ. അള്ളാഹു പലിശ ഹറാമാക്കിയിരിക്കുന്നു, കച്ചവടം ഹലാലാക്കിയിരിക്കുന്നു എന്ന് അള്ളാന്റെ പ്രവാചകൻ പറയാം. എന്താ കാരണം? അത് പ്രവാചകന്റെ രാഷ്ട്രീയ സാമ്പത്തിക നയത്തിന്റെ ദിശാസൂചികയാണ്. എന്താ പറയുന്നത്? നിങ്ങൾ പലിശ വാങ്ങാനേ പാടില്ല, പലിശ ചൂഷണമാണ്. മറ്റൊരു സംഗതി, ഇസ്ലാമിന്റെ പഞ്ചസ്തംഭങ്ങളിൽ ഒന്നാണ് സക്കാത്ത്. സക്കാത്ത് എന്ന് പറഞ്ഞാൽ എന്താ? മുതലാളി 2.5% കൊല്ലത്തിൽ കണക്കെടുത്ത് കൊടുക്കേണ്ട പേരാണ് സക്കാത്ത്. ഇത് രണ്ടും ഇസ്ലാമിന്റെ മുതലാളിത്ത വിരുദ്ധതയ്ക്ക് തെളിവാണ്. ഇസ്ലാം എത്ര വലിയ മുതലാളിത്ത വിരുദ്ധാണെന്ന് നമുക്ക് പിന്നീട് പറയാം. അപ്പോ ഞാൻ പറഞ്ഞു വന്നത്, ലീഗിന് ഇതിലേതെങ്കിലും ലീഗിന് എതിർപ്പുണ്ടെങ്കിൽ കണ്ടിട്ടുണ്ടോ? ലീഗ് എപ്പോഴും സക്കാത്തിനെ കുറിച്ച് പറഞ്ഞാണോ? പലിശയെ കുറിച്ച് ഇപ്പൊ നമ്മളൊന്ന് പരിശോധിക്കാം. ലീഗ് പലിശയുമായി ബന്ധപ്പെട്ട ലീഗിന്റെ കാഴ്ചപ്പാടെന്താ? ലീഗ് എപ്പോഴെങ്കിലും പലിശ എതിർത്തൊരു പ്രസംഗങ്ങൾ കേട്ടിട്ടുണ്ടോ? പലിശ അള്ളാഹുവിന്റെ പ്രവാചകൻ പറയുന്നു, പലിശ ഭക്ഷിക്കുന്നവൻ, പലിശക്ക് വേണ്ടി കാവൽ നിൽക്കുന്നവൻ, അതിനുവേണ്ടി എടുത്തു നടത്തുന്നവൻ കുല്ലുഹും ഫിന്നാർ, എല്ലാവരും നരകത്തിലാണെന്ന് വിശുദ്ധ പ്രവാചകൻ പറയുന്നു. ലീഗ് ഒന്ന് പറയട്ടെ, എന്താണ് പലിശയെ കുറിച്ച് ലീഗിന്റെ കാഴ്ചപ്പാട്? അള്ളാന്റെ പ്രവാചകൻ സബഉൽ മൂബിക്കാത്തിൽ അത് പെടുത്തുന്നു. സബഉൽ മൂബിക്കാത്ത് പറഞ്ഞാൽ തൗബ ചെയ്താൽ പോലും അള്ളാഹ് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രമേ അള്ളാഹു പുറത്തു കൊടുക്കുള്ളൂ. അങ്ങനത്തെ കുറ്റമായ പലിശ. ഈ പലിശയെ കുറിച്ച് ലീഗിന്റെ കാഴ്ചപ്പാട് ഇസ്ലാമാണുള്ളവർ പറയുന്നു. ഒന്ന് പറയട്ടെ, 87 സർവീസ് സഹകരണ ബാങ്കുകളാണ് ലീഗ് ഒറ്റക്കും UDF മുന്നണിയുടെ കേരളത്തിൽ ഭരിക്കണ. ചില്ലറ സംഗതിയല്ല. ഇവിടെയൊക്കെ ഉണ്ടംപോരിയാണോ ലീഗ് കൊടുക്കുന്നത്? ഇവിടെയൊക്കെ പലിശയല്ലേ കൊടുക്കുന്നത്? എന്നിട്ട് ഒരു ഉളുപ്പില്ലാതെ പറയാൻ ഞങ്ങളാണ് ഇസ്ലാം. അള്ളാഹു സബഉൽ മൂബിക്കാത്തിൽപ്പെടുത്തിയ സാധനം. അതിൽ രസകരമായ സംഭവം എന്താ? വ്യഭിചാരത്തിന്റെ അതേ കുറ്റമാണ് ഇതിന്, പലിശ വാങ്ങുന്നതിന്. ഈ പലിശ വാങ്ങി കൊടുക്കുന്ന ബാങ്കുകളിലേക്ക് ജയിച്ചു പോകുന്ന ഹാജിയാക്കന്മാർ സമസ്തയുടെ പ്രസിഡന്റായ തങ്ങള്, അതുകൂടി പറയണ്ടേ, സമസ്തയുടെ പ്രസിഡന്റാണ്, ഇസ്ലാമിക പണ്ഡിതനാണെന്ന് അവകാശപ്പെടുന്നു. ആ അവകാശപ്പെടുന്ന തങ്ങളിപ്പാപ്പ പറയേണ്ട പലിശ ഹറാമാണെന്ന്. എന്താ നേരെ പറഞ്ഞെന്താ ചെയ്യാ? ജയിച്ചു ചെല്ലുന്ന ആചാരോട്, കുട്ടിയെ ഇജ്ജ് മാങ്ങരുത് കേട്ടോ, പലിശക്ക് വലിയ ഹറാമാണെന്ന് പറഞ്ഞു കൊടുക്കേണ്ട തങ്ങൾ പകരം എന്താ? അൽ ഫാത്തിഹാൻ. ഞാൻ ചെന്നാണ് തങ്ങളോട് പറയാം എനിക്ക് വ്യഭിചരിക്കാൻ പോണോ, നന്നായിക്കോട്ടെ ബിസ്മിയൊക്കെ ചെല്ലി ഇന്നെ പറഞ്ഞയക്കുക. അങ്ങനെയുണ്ട്. ബിസ്മി ഒന്നൊക്കെ എടുത്തൊന്ന് പോയിക്കോച്ച് നന്നായി വ്യഭിചരിച്ച് വാങ്ങി. ഇത് ഇസ്ലാമാണ്. ഇതിനെ ഇസ്ലാം എന്ന് പറയാൻ പറ്റും? നിങ്ങളൊന്ന് പറയും. അതുകൊണ്ട് ഇതിനെ ഇസ്ലാമാണെന്ന് ലീഗിനെ ഇസ്ലാമുമായി നിങ്ങൾ ബന്ധപ്പെടുത്തരുത്. നമ്മുടെ സ്ത്രീകൾക്കിടയിലേക്ക്, നമ്മുടെ സാധാരണ സ്ത്രീകൾക്കിടയിൽ ഇസ്ലാമിനെ പറഞ്ഞ് പാണക്കാട് തങ്ങളിപ്പാപ്പാന്റെ പോരിശ പറഞ്ഞ് ലീഗ് നടത്തിയ രാഷ്ട്രീയം അത് അവസാനിച്ചുകൊണ്ടിരിക്കുക. അത് അവസാനിക്കാൻ സമ്മതിക്കാതിരിക്കുന്നത് ഇവിടുത്തെ ചില മൂല്യന്മാരാ. അത് പറയാതെ നിർവാഹമില്ല. എന്താ ഈ മൂല്യന്മാര്? ഭയങ്കര പ്രസംഗമാണല്ലോ ഇപ്പൊ നാട്ടില്. എല്ലായിടത്തും വയലുകൊണ്ട് വയല്. ഇപ്പൊ കഴിഞ്ഞ ദിവസം
എന്താ നടക്കുന്നത്? ഏതെങ്കിലും ഒരു പ്രസംഗത്തിൽ ഇസ്ലാമിന്റെ രാഷ്ട്രീയമോ ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന നൈതികതയോ നീതിയെ കുറിച്ചൊക്കെ നിങ്ങൾ കേട്ടണോ? ഇല്ലല്ലോ. പ്രസംഗത്തിൽ സ്ത്രീകളുടെ വൈകാരികതയെ ഉണർത്തുന്ന ചില സാധനങ്ങൾ. എന്താ ഒരു പ്രസംഗത്തിന്റെ വയലിന്റെ വിഷയം? എന്താ ഒരു വയലിന്റെ വിഷയമാണ് ഖബറിലെ ആദ്യ രാത്രി. ഖബറിലെ ആദ്യ രാത്രി കിടക്കാൻ പോകില്ലേ ഓൻ. എന്നിട്ട് ഉമ്മ അത് കേട്ടാണ്ട് ഇങ്ങനെ ആവേശം കൊള്ളു. അങ്ങനെ ഒരു ദിവസം ഞാൻ വീട്ടിലേക്ക് വന്നപ്പോ എന്റെ ഉമ്മനോട് പറയാം, കുഞ്ഞുമാൻ എനിക്കൊരു 10,000 റുപ്യാണ്. ഞാൻ ചോദിച്ചു, സാധുവായ വിദ്യാർത്ഥിയായ ഞാനെങ്ങനെ മകൾക്ക് 10,000 റുപ്യ തരാം? എന്തിനാ നിങ്ങൾക്ക് ഇത്ര ഗതിയിട്ടൊരു 10,000 ചോദിച്ചപ്പോ എന്റെ അമ്മ പറഞ്ഞത്, സ്വർഗത്തിൽ നീണ്ടീർന്ന് കിടക്കണമെങ്കിൽ 10,000 റുപ്യ വേണമെന്ന് പള്ളിയിൽ ഉസ്താദ് പറഞ്ഞു. ഒരു കട്ടില് കിട്ടണമെങ്കിൽ എന്ന് പള്ളിയിൽ ഉസ്താദ് പറഞ്ഞു. സാധാരണ ഈക്യ സംസ്ഥയുടെ പള്ളിയാണ്. സ്വാഭാവികമായിട്ടും അവിടെ എല്ലാ ഞായറാഴ്ചയും ഖുർആൻ ക്ലാസ് ഉണ്ട്. അവന്റെ അമ്മ പോവും, നമ്മളതിന് തടസ്സമൊന്നുമില്ല. പക്ഷെ അവിടെ നിന്ന് വന്നിന്റെ അമ്മാനോട് ഞാൻ പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്യും, ഞാൻ 2,000 റുപ്യ തരാം, ആദ്യം ഞങ്ങൾ അതിന്റെ ഉള്ളിക്കൊന്ന് കടക്കി ഒരു കസാല കിട്ടൂ സ്വർഗത്തിൽ നോക്കിയും. ഉമ്മാനോട് പറയേണ്ട ഗതികേടിലേക്ക് ഞാൻ പോയി. കാരണം എന്താ, ഈ സ്ത്രീകളുടെ വൈകാരികതയെ പിടിച്ചുലച്ചുകൊണ്ടാണ് ഇവർ പ്രസംഗിക്കുന്നത്. അതിനെ നിർത്തിയിട്ട് സ്ഥിരമായി കഴിഞ്ഞ പഞ്ചായത്ത് ഇലക്ഷൻ തെരഞ്ഞെടുപ്പില് തലേ ദിവസം വരെ ഞങ്ങളുടെ നാട്ടിൽ CPM ഒന്നുമില്ല. CPM ഇല്ലാത്തൊരു ഗ്രാമത്തിലെയാണല്ലോ ഞങ്ങളൊക്കെ SFIക്കാർ കുറച്ച് ആളുകൾ ചേർന്ന് CPM ഉണ്ടാക്കി ഒരു സ്ഥാനാർത്ഥിയെ സ്വതന്ത്രമായി നിർത്തി. തലേ ദിവസം വരെ എന്റെ അമ്മ പറഞ്ഞു, എന്ത് ഇജ്ജ് നിൽക്കല്ലേ, ഏതായാലും ഈ എന്റെ ആൾക്കാരല്ലേ നിൽക്കണം, ഞാൻ വോട്ട് ചെയ്യാന്നൊക്കെ പറഞ്ഞ എന്റെ അമ്മ തലേ ദിവസം ഖുർആൻ ക്ലാസ് കഴിഞ്ഞപ്പോ എന്നോട് മുണ്ടിണില്ല. എന്നോട് മുണ്ടിയ പ്രശ്നമാണ്. ഇന്നെങ്ങനെ തിരിഞ്ഞു നടക്കേണ്ട അമ്മ. അപ്പൊ ഞാൻ ചോദിച്ചു, ഉമ്മാനോട് വോട്ട് കിട്ടണല്ലോ. ഞാൻ ചോദിച്ചു, എല്ലാം എന്താ പ്രശ്നം, ഞാൻ എന്താ നിങ്ങളെ കാട്ടി എന്ന് ചോദിച്ചു. എന്റെ അമ്മ മുണ്ടിണില്ല. കയ്യിലൊരു പുതിയ തസ്ബീമാലി ഒരു വെള്ളവും. അപ്പൊ ഞാൻ ചോദിച്ചു, ഇതെന്താ? അപ്പൊ അമ്മ പറയാ, ഇത് പാണക്കാട്ടെന്ന് കൊടുത്തയച്ച കോണിക്ക് വോട്ട് ചെയ്യാനും പറഞ്ഞു. തലേ ദിവസം വരെ എനിക്ക് വോട്ട് ചെയ്യാന്ന് പറഞ്ഞ എന്റെ അമ്മ. എങ്ങനെയുണ്ട് ഈ രാഷ്ട്രീയമൊക്കെ അവസാനിക്കേണ്ട കാലം കഴിഞ്ഞ് നിങ്ങൾ രാഷ്ട്രീയം പറയും. ഞങ്ങൾ ലീഗിനെ വെല്ലുവിളിക്കുക. ഇസ്ലാമിന്റെ വിമോചന ദൈവശാസ്ത്രം, ഇസ്ലാമിന്റെ വിമോചന രാഷ്ട്രീയം പറയും. ആയത്തും ഹദീസും നിങ്ങൾ പറഞ്ഞോ, ഞങ്ങളുടെ ഹൗസിന്ദാബാദ് വിളിക്കാൻ. അല്ലാതെ നിങ്ങൾ ഈ സ്ത്രീകളുടെ ഉമ്മാക്കി കാണിച്ച് സ്ത്രീകളെ, പാവപ്പെട്ട സ്ത്രീകളെ വഞ്ചിക്കുന്ന രാഷ്ട്രീയം അവസാനിക്കേണ്ട കാലമാണ്. മതം പറഞ്ഞുള്ള രാഷ്ട്രീയം അവസാനിക്കേണ്ട കാലമാണ്. മതങ്ങൾ അങ്ങനെ പറയുകയാണെങ്കിൽ ഒരുപാട് കാര്യം പറയാണ്ട്. മുതലാളിത്തത്തിന്റെ രാഷ്ട്രീയമാണ് മുസ്ലിം ലീഗിൻ്റെത്. ആർക്കെങ്കിലും സംശയമുണ്ടോ? അതിലെന്തെങ്കിലും കീഴാളന്റെ കൂടെ മുതലാളി, കീഴാളന്റെ കൂടെ ലീഗ് നിന്നിട്ടുണ്ടോ? ഒന്ന് പരിശോധിക്കുന്ന ചരിത്രത്തിൽ എവിടെയെങ്കിലും 1987 EMS ഗവൺമെന്റ് ഇവിടെ വിമോചന സമരം നടത്തിയില്ലേ ലീഗ്? അന്ന് വിളിച്ച മുദ്രാവാക്യം ലീഗിന് ഓർമ്മയുണ്ടോ? 1 കെട്ടും 2 കെട്ടും EMSന്റെ ഓളിംഗ് കെട്ടും. അല്ല, അന്ന് വിളിച്ച മുദ്രാവാക്യം എന്തായിരുന്നു? അന്ന് വിളിച്ച മുദ്രാവാക്യം പാളയകഞ്ഞു കുടിപ്പിക്കും, തമ്പ്രാനെന്ന് വിളിപ്പിക്കും, ചാത്തൻ പൂട്ടാൻ പോവട്ടെ, ചാക്കോ ഭരിക്കാൻ പോവട്ടെ. ഇതൊക്കെ ലീഗ് വിളിച്ച മുദ്രാവാക്യം. ഇങ്ങോട്ട് വലിയ കുളൂസര്, ഞങ്ങൾ പാവപ്പെട്ടവന്റെ ആളാണ്. 57 കേരളത്തിൽ വിളിച്ചതാ. എന്താ പാളയ കഞ്ഞു കുടിപ്പിക്കും? എന്താ ഈ പാളയ കഞ്ഞു കുടിപ്പിക്കുക പറഞ്ഞാൽ? പാള എന്ന് പറഞ്ഞാൽ അവിടുത്തെ ജന്മിയായ ഏതെങ്കിലും ഹാജിയാരുടെ മുന്നിൽ, വീട്ടിന്റെ മുന്നിലുണ്ടാകുന്ന ചില കുഴികളുണ്ട്. ആ കുഴിയിലേക്ക് പാള ഇറക്കി വെച്ച് അതിലേക്ക് കഞ്ഞി പാർന്നു കൊടുത്ത് അങ്ങനത്തെ കോരന്മാരെ കേരളത്തിന്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവന്ന പാർട്ടിയുടെ പേരാണ് ലീഗ്. CPM. നല്ല ഓർമ്മ ഉണ്ടായിക്കോട്ടെ. അങ്ങനെയാണ് ഈ രാജ്യത്ത് അന്ന് ലീഗ് വിളിച്ച മുദ്രാവാക്യം പാളയെ കഞ്ഞു കുടിപ്പിക്കും, തമ്പ്രാനെന്ന് വിളിപ്പിക്കും.